നിങ്ങൾ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുമെന്നാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. മരണത്തിന്റെ മുമ്പിൽ നിന്നും ഓടി ഒളിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഒരിക്കലുമില്ല. പിന്നെ അത് അങ്ങനെ പറഞ്ഞത് പലപ്പോഴും മരണം എന്നൊക്കെ കേൾക്കുമ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ പറയുക. അല്ല, അതൊരു ചെരുപ്പിന്റെ വാറിനോളം അടുത്ത് നിൽക്കുന്ന പ്രക്രിയയാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ മരണം നടക്കുന്ന ഒരു രംഗം റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്. ഏതൊരു മനുഷ്യനും രണ്ടാലൊരു നിലക്കായിരിക്കുമല്ലോ മരിക്കുക. ഒന്നാമത്തെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് സ്വർഗാവകാശിയുടെ മരണമാണ്. എങ്ങനെയാണ് സ്വർഗാവകാശി മരിക്കുക? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് അല്പം ചില കാര്യങ്ങൾ പറയുന്നത്. സ്വർഗാവകാശിയുടെ മരണം മനോഹരമാണ്, ഗംഭീരമാണ്. അവൻ ഈ ജീവിതത്തിലെ അവസാനത്തെ ദിവസം നിമിഷങ്ങളിലേക്ക് ചുരുങ്ങുമ്പോഴും ആ ദിവസമായിരിക്കും അവൻ ഏറ്റവും നന്നായിക്കൊണ്ട് അവന്റെ ദുനിയാവിൽ ഏറ്റവും മനോഹരമായ ദിവസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണത്തിന്റെ ദിവസമാണ്. ദുനിയാവിൽ ഒരു വിശ്വാസി ഏറ്റവും നന്നായി ഒരു വിശ്വാസിക്ക് അനുഭവപ്പെട്ട ദിവസം ഏതാ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുക, അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന പ്രിയമുള്ളവരെ, അവൻ മരിക്കുന്ന അന്നാണ്. എന്താ മരിക്കുന്ന അന്നത്തെ ദിവസം അത്ര വലിയ മുഞ്ചി? അത് അള്ളാഹ് റസൂൽ പറഞ്ഞതാണ്. മുസ്തരീഹുൻ, മുസ്തരീഹ് എന്ന് പറഞ്ഞു. ഒരു വിശ്വാസിയാണോ അവൻ മരിക്കുന്ന വളരെ റാഹത്തായിക്കൊണ്ടായിരിക്കുന്നതാണ്, റാഹത്തായിക്കൊണ്ടുള്ള മരണം. കാരണം അവനെ ഇങ്ങനെ മരിപ്പിക്കാൻ വേണ്ടിയിട്ട് മലക്കുൽ മൗത്തും സംഘം വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. എന്താ പറയുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് റഹ്മാനായ റബ്ബാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നിട്ടോ സുമ്മ ഇസ്തഖാമൂ, എന്നിട്ട് ആ മാർഗത്തിൽ അങ്ങനെ പിടിച്ചു നിന്നതാണ്. അതേ മാർഗത്തിൽ എന്ത് പറയുമ്പോഴും, എന്ത് സംസാരിക്കുമ്പോഴും, എന്ത് പ്രവർത്തിക്കുമ്പോഴും, എന്ത് കാണുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും ഇതെന്റെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണോ എന്നൊന്ന് ചിന്തിച്ച് അങ്ങനെ ആ റൂട്ടിൽ തന്നെ നിലയുറപ്പിച്ച് നിന്ന ആള് മരിക്കുന്ന രംഗം പറയാം. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അതാ മലക്കുകൾ ഇറങ്ങി വരുന്നു. എന്താ അവർ പറയുന്നത്? അല്ലാ തഖാഫു, ഇനി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ്. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടാവും അല്ലേ, പടച്ചെന്നാൽ എന്താകും എന്നുള്ളത്. പക്ഷെ അന്നത്തെ ദിവസം വിശ്വാസി കേൾക്കുന്നതാണ്, നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വലാ തഹ്സനു, നീ ദുഃഖിക്കേണ്ടതില്ല എന്നാണ്. എന്താ ദുഃഖം? എന്താ അവിടെ ദുഃഖം? എന്താ? താൻ മരിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയ കുട്ടി തൊട്ടിലുണ്ടാവും. ലോകം മുഴുവൻ ആ കുട്ടി ഒരു പക്ഷെ യത്തീമെന്ന് വിളിച്ചേക്കാം അല്ലേ. ചിലപ്പോൾ ഇങ്ങനെ വീടിന്റെ പണി ഇങ്ങനെ പകുതി ഇങ്ങനെ ആയി നിൽക്കുന്ന സമയത്തേക്ക് മരണം നടക്കുക. ചിലപ്പോൾ മകളുടെ വിവാഹത്തിന്റെ അന്നായിരിക്കും മരണം നടക്കുക അല്ലേ. അപ്പൊ ആ മരിച്ച വ്യക്തിയോട് എല്ലാവരും അനുകമ്പയോട് കൂടെ നോക്കുമ്പോൾ ആ മരിക്കുന്ന വ്യക്തി നല്ല നിലക്കുള്ള ഒരു വ്യക്തിയാണെങ്കിലോ ആ വ്യക്തിയോട് പറയണ കല്യാണപ്പന്തലിലാകട്ടെ, വീട് പണിയുടെ പകുതിയിൽ വെച്ച് കൊണ്ടുമ്പോഴാകട്ടെ, ചെറിയ മക്കളെ ഇവിടെ ബാക്കി വെച്ച് പോകുമ്പോഴാകട്ടെ, വലാ തഹ്സനു, ഈ ഇട്ടേച്ച് പോകുന്ന ആളുകളെ കുറിച്ച് ബേജാറാകേണ്ടതാണ്. നിന്റെ ഡ്യൂട്ടി എന്ത് മാത്രമാണ്? വഅബ്ശിറൂ, നീ സന്തോഷിക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ എന്നാണ്. എന്താണ് ആ സന്തോഷത്തിന്റെ വക? ബിൽ ജന്ന, സ്വർഗ്ഗമാണ് എന്റെ മുമ്പിൽ വരാനുള്ളത്, അതുകൊണ്ട് ഈ സന്തോഷിച്ചു. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം ഉണ്ടായിരുന്നില്ലേ. പള്ളിക്ക് ഇങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇങ്ങനെ കയറി വന്ന് കാല് വേദനിച്ചപ്പോഴും ഊര വേദനിച്ചപ്പോഴും മുട്ട് വേദനിച്ചപ്പോഴും ഒക്കെ കഴിയണ പോലെ നമ്മൾ നിസ്കരിച്ചപ്പോൾ നമ്മൾ കൊതിച്ചൊരു സ്വർഗ്ഗല്ലേ. ഈ മഗ്‌രിബ് ഇപ്പൊ എന്തിനാ നമ്മൾ നിസ്കരിച്ച്? എന്തിനാ ഈ സദസ്സിൽ നമ്മൾ വന്നിരിക്കുന്നത്? നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? സ്വർഗ്ഗം കിട്ടണമെന്നല്ലേ അല്ലേ. എന്തിനാ ഇത്രയേറെ പ്രയാസം സഹിച്ച് നമ്മൾ എല്ലാത്ത മുതൽ നമ്മളിങ്ങനെ പിശുക്കി പിടിച്ച് ചിലവൊക്കെ നടത്തി അത് നല്ലൊരു വിഹിതം പള്ളി കൊടുത്തത് എന്തിനാ പള്ളി ഉണ്ടാക്കിയത്? എന്തിനാ നമ്മളിങ്ങനെ ദേവാലയത്തിൽ സജീവമാകണേ? എന്തിനാണ് നന്മയുടെ വിഷയത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ഒഴിക്കിയത്? ഒറ്റ ഉത്തരമേ നമുക്കുള്ളൂ, സ്വർഗ്ഗാണ്. ആ സ്വർഗ്ഗം ഉണ്ടല്ലോ, ജീവിതത്തിൽ നിന്നെ പിടിച്ചു കുലുക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങൾ വന്നപ്പോഴും നീ കിനാവ് കണ്ട സ്വർഗ്ഗല്ലേ, ആ സ്വർഗത്തെ കുറിച്ച് മാത്രം ഇനി ആലോചിച്ച മതി എന്നാണ്. വരാൻ പോകുന്ന ഇവിടെ ഈ മരണത്തിനപ്പുറത്ത് നീ അഭിമുഖീകരിക്കാൻ പോകുന്ന ചോദ്യങ്ങളെ കുറിച്ചോ ഭർസകനെ കുറിച്ചോ അതേപോലെ തന്നെ പരലോകത്തിലെ ക്ലേശങ്ങളെ കുറിച്ചോ നീ ഭയപ്പെടേണ്ട, അത് കഴിഞ്ഞു. ആ ഭയപ്പെടേണ്ട നിമിഷം അതിതാ കഴിയാണ്. നീ
പിറകോട്ട് നോക്കുമ്പോൾ ദുനിയാവിൽ നിട്ടേച്ച് പോകുന്ന ഒന്നിനെ കുറിച്ച് ഈ ദുഃഖിക്കണ്ട. അതൊക്കെ ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് വേറെ വഴിക്ക് നടത്തിക്കോളും. എൻ്റെ കുട്ടീനെ എത്തിയെന്ന് വിളിച്ചു കഴിഞ്ഞാലും അതിന് കിട്ടാണ്ടൊക്കെ പടച്ചും കൊടുത്തോളും. അതിന് വേറെ സംവിധാനം ഒരുക്കി കൊടുക്കണം. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ആരാ പറയണത്? റഹ്മാനായ റബ്ബിന്റെ വിധി മലക്കുകളോട് പ്രഖ്യാപിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാൻ ഇതിനേക്കാൾ വേറെ രണ്ടും വേറെ വരാണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസി അവന്റെ ദുനിയാവിന്റെ അവസാനത്തെ ദിവസം ശരിക്കൊരു സ്വർഗാവകാശിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം അവന്റെ മരണമായിരിക്കും. റഹ്മാനായ റബ്ബ് നമുക്ക് അത്തരം ഒരു മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് ആ മനുഷ്യനെ മരിപ്പിക്കാൻ വേണ്ടിയിട്ട് മലക്കുൽ മൗത്തും സംഘം വരുന്ന രംഗം പറയുന്നു. ഇങ്ങനെ റൂഹ് ഇങ്ങനെ കൊണ്ടുവന്ന് ആ റൂഹ് ആദ്യം മലക്കുകൾ വരും, ആ റൂഹ് പിടിച്ചിട്ട് മലക്കുൽ മൗത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ്. മലക്കുൽ മൗത്തിന്റെ കയ്യിൽ പ്രിയമുള്ളവരെ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവ ഉണ്ടാവുന്നതാണ്. നമുക്കറിയാം കാര്യങ്ങളൊക്കെ. ആ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയിലേക്ക് ആ റൂഹിനെ വെച്ച് അത് അതിവേഗത്തിൽ ഒന്നാം ആകാശത്തിലേക്ക് രണ്ടാം ആകാശത്തിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. സുഗന്ധപൂരിതമായ കഫൻ പുടവയിലേക്ക് നമ്മുടെ റൂഹിനെ എടുത്തു വെച്ചുകൊണ്ട് പോയി അവസാനം റഹ്മാനായ റബ്ബ് അവരോട് പറയുന്നതാണ്. എന്ത്? ആ മനുഷ്യന്റെ പേര് ഒരു രേഖപ്പെടുത്തണം. ഏതാ രേഖ? അതിന്റെ പേരെന്താ? ഇല്ലിയീൻ എന്നാണ്. ഇല്ലിയീൻ. അത് ഏതാ രേഖ? അത് സ്വർഗക്കാരുടെ രേഖയാണ്. ആ സ്വർഗക്കാരുടെ രേഖയിൽ നമ്മുടെ പേര് വരണം. ഇപ്പൊ നമ്മൾ ഓടുന്ന ഓട്ടംതിനാ? നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടംതിനാ? വോട്ടർ പട്ടികയിൽ പേര് വരാൻ വേണ്ടിയിട്ടാ, അല്ലേ? നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമസംഹിതകളിൽ പേര് വെക്കാനുള്ള ഓട്ടത്തിലപ്പോ നമ്മള് എവിടെ വരെ ഓടാനും ഏത് പാതിരാക്ക് ഓടാനും ആര് സഹായിക്കാൻ നമ്മൾ ഒരുക്കാണ്. പക്ഷെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത് ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള രേഖ. നമ്മുടെ പേര് വരേണ്ടത് പ്രിയമുള്ളവരെ സ്വർഗക്കാരുടെ ലിസ്റ്റിലാണ്. അതിൽ നമ്മുടെ പേരുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ നമ്മുടെ കുട്ടികളുടെ പേരുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ നമ്മുടെ ഇണയുടെ പേരുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നും വേണ്ടതല്ല, അല്ലേ? ഇതെല്ലാം ഉണ്ടോ നമ്മളിങ്ങനെ അടിക്കടി ചെക്ക് ചെയ്യണം. നമുക്ക് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട വല്ലാത്തൊരു ഭാഗമല്ലേ അത്, അല്ലേ? ആ സ്വർഗക്കാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാകുമോ? അതിനു വേണ്ടി കാര്യമായി നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സമകാലിക സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഗൗരവപ്പെട്ട കാര്യമാണ്. ആ രേഖയിൽ പേര് വരാനാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പണിയൊക്കെ എടുക്കുന്നത്. റഹ്മാനായ റബ്ബ് ഫലത്തിലെത്തിച്ച് തീരുമാനമാകട്ടെ. സഹോദരങ്ങളെ, ആ രേഖയിലല്ല നമ്മുടെ പേരെങ്കിൽ പിന്നെ നമ്മുടെ പേര് വരുന്ന വേറെ രേഖയുണ്ട്. അതേതാണെന്നറിയോ? അത് സിജ്ജീനാണ്, നരകക്കാരുടെ രേഖയാണ്. നല്ല നിലക്കല്ല നമ്മുടെ ജീവിതമെങ്കിൽ, റഹ്മാനായ റബ്ബ് ഇട്ട് തന്ന റൂട്ടിലൂടെയല്ല നമ്മുടെ മുന്നോട്ട് പോക്കെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നത്, നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏറ്റവും മോശമായ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിൻ്റെ അന്നായിരിക്കും. നല്ല നിലക്കാണെങ്കിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും മനോഹരമായ ദിവസം അവൻ്റെ മരണം എന്ന് പറഞ്ഞ പോലെ തന്നെ അള്ളാഹ്ക്ക് നിരക്കാത്തൊരു ജീവിതമാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും തീക്ഷ്ണമായ ദുനിയാവിൽ അവൻ്റെ അവസാന ദിവസം മരിക്കുന്ന ഒന്നായിരിക്കും. നരകമായിരിക്കും കാണുക. നരകത്തിൽ നിന്ന് കഫൻ പുടവയായിരിക്കും കൊണ്ടുവരപ്പെടുക. മലക്കുകൾ വേറെ രൂപത്തിലായിരിക്കും വരിക. അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന വാക്കുകളായിരിക്കും അവൻ കേൾക്കേണ്ടി വരിക. നഊദുബില്ലാ, അത് വല്ലാത്തൊരു യാത്രയായിരിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മലക്കുകളെ കാണുമ്പോൾ വിങ്ങി പൊട്ടി നിലവിളിക്കുന്ന ചില രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലേ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ലഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. എന്താ പറയുന്നത്? ഒരു നാഴിക നേരത്തെ കുറച്ചു കാലത്തേക്ക് ഒന്ന് മാറ്റി തരുമോ? ഈ യാഥാർത്ഥ്യത്തെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ആരൊക്കെയോ പലതും കേട്ടപ്പോ അത് ഇതേനെ കേട്ടു, ഇതിനെ വിട്ടു, അല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല, അല്ലേ? പടച്ചോനെ ഇപ്പോൾ ബോധ്യപ്പെട്ടു, ഒന്ന് മടക്കി തരുമോ എന്നാണ്. അന്ന് പ്രിയമുള്ളവരെ, വിലപിക്കുന്ന ആളുകൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അന്ന് സന്തോഷിക്കുന്ന ആളുകൾ നമുക്ക് അന്ന് സന്തോഷിക്കാൻ കഴിയണം. ആ ആളുകളുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ പേര് വരേണ്ടത് സ്വർഗക്കാരുടെ ലിസ്റ്റായ ഇല്ലിയീനിലാണ്. നമ്മുടെ പേര് ഒരിക്കലും സിജ്ജിയിൽ വരാൻ പാടില്ല. എങ്കിൽ ആ പട്ടികയിൽ പേര് വരാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇൻഷാ അല്ലാഹ് അല്പം ചില പോയിന്റുകളിലൂടെ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കും. ഈ ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇഫ്ലാക്കിയിട്ടുണ്ടാവും ഇപ്പം നമ്മളെല്ലാവരും, അല്ലേ? നമ്മുടെ എല്ലാ നമ്പറും ഇപ്പം നമുക്ക് എല്ലാവർക്കും മനപ്പാടായിട്ടുണ്ടാവും. ഒരു പക്ഷേ എഴുതി ചോദിച്ച് പറഞ്ഞ് അയച്ചു കൊടുത്ത് അങ്ങോട്ടാക്കി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് കുറച്ച് പ്രോസസ്സേ ഉള്ളൂ. ഇതിന് വളരെ ചെറിയ പ്രോസസ്സേ ഉള്ളൂ. പക്ഷേ
ആ സ്വർഗ്ഗക്കാരുടെ ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ പ്രിയമുള്ളവരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരിക്കൽ ഒരു സ്വഹാബിയുടെ ഖബർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മയ്യത്ത് വന്നു, അതിൻ്റെ ഖബറിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂല് കരയുണ്ട്, കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഒരല്പസമയത്തിന് ശേഷം സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ ചുറ്റും പിടിക്കണം പ്രവാചകന്റെ. എന്താണ് പ്രവാചകൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് പ്രവാചകൻ കണ്ണിന് ആ ഖബറിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് പ്രവാചകൻ തൻ്റെ ശിരസ് ഇങ്ങനെ കുറച്ച് പൊക്കി. എന്നിട്ട് പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും മനസ്സിൽ കൊത്തിയിടേണ്ട ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇഖ്വാനി ലിമിസ്ലി ഹാദൽ യൗമി ഫഅഇദു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതുപോലത്തെ ഒരു ദിവസം, ഏതുപോലത്തെ ദിവസം? നമുക്ക് വേണ്ടി നാട്ടുകാർ 6 അടി മണ്ണ് ഒരുക്കുന്നൊരു ദിവസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിങ്ങനെ പതിയെ കൊണ്ടുവന്ന് 3 തുണ്ടൻ കഫം പുടവിയിൽ ടൈറ്റായി കെട്ടി നമ്മളെ ഇറക്കി വെക്കുന്നൊരു ദിവസമുണ്ട്. അങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഫഅഇദു, നിങ്ങളൊന്ന് ഒരുങ്ങിക്കോളിന്നാണ്, നിങ്ങളൊന്ന് തയ്യാറായിക്കോളിയെന്നാണ്. പ്രിയമുള്ളവരെ, ആ തയ്യാറെടുപ്പ് നടത്തുന്നവനെ കുറിച്ചാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ ബുദ്ധിമാൻ. സ്വഹാബാക്കൾ ഇങ്ങനെ ദീന് കേൾക്കുന്ന ഒരു സദസ്സിലാണ് അള്ളാഹുവിന്റെ റസൂൽ ചോദ്യം ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ടീച്ചിങ് മെത്തഡോളജി വേറെയാണ്. പ്രവാചകൻ ചോദിച്ചു കൊടുത്തു, നിങ്ങൾക്കറിയോ കൂട്ടർ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? മനിൽ അക്കിയസ് എന്നാ ചോദിച്ചാൽ, അക്കിയസ് പറഞ്ഞ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാ ചോദിച്ചു. അവർ പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലതും സൂചിപ്പിക്കുന്ന കൂട്ടർ കാര്യങ്ങൾ പലതും പറയും. പക്ഷേ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശരിക്കുള്ള അക്കിയസ് ആരാന്നറിയും? അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ശരിയല്ലേ? അല്ലാഹു റസൂൽ പറയുന്ന കൂട്ടരെ, ആളുകളുടെ കൂട്ടത്തിൽ മരണത്തെക്കുറിച്ച് ശരിക്കും ആലോചിക്കുക, ധാരാളമായി കൊണ്ട് ആലോചിക്കുക. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ആ മരണത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നതാരാണോ അവനാണ് ശരിക്കുള്ള ബുദ്ധിമാൻ. ഹക്കല്ലേ ഇപ്പൊ പറഞ്ഞത് അല്ലേ? ഒരു മനുഷ്യൻ ഇവിടെ എന്തെല്ലാം സ്വരുക്കൂട്ടിയാലും സുഹൃത്തുക്കളെ, അതിന്റെ അവസാനത്തെ ഡേറ്റ് എന്താ? എന്തെല്ലാം കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടുക. അവൻക്കൊരു നേരത്തെ ആ ഒരു അന്യനാളത്തിൽ ഒതുങ്ങണല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? അവൻക്കൊരു നേരത്തെ ഒരു ഡ്രസ്സിൽ ഇടാൻ പറ്റുള്ളൂ അല്ലെ? പരിമിതികളില്ലേ? പരിമിതികളാൽ വലയം ചെയ്യപ്പെട്ടതാണ് ദുനിയാവ്. ഒരു മനുഷ്യനക്ക് എല്ലാം ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അവിടെ കൊണ്ട് മാറ്റി വെച്ചിട്ട് ആ 3 തുണ്ടൻ തുണിയെടുത്ത് ഇങ്ങോട്ട് പോണ്ടി വരും. പാവപ്പെട്ടവന് പോണ തന്നെയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഒരുങ്ങേണ്ടത് ഈ ദുനിയാവിന് വേണ്ടിയല്ല എന്നാണ്. ദുനിയാവിന് വേണ്ടി ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. നിനക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും ചെയ്തോ, ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹലാലാകണം, ഒറ്റ കണ്ടീഷൻ. ശരി, അതിന് പ്രത്യേകിച്ച് കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നില്ല. നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് ദുനിയാവിനേക്കാൾ പ്രിയമുള്ളവരെ, നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് പരലോകത്തെ കുറിച്ചായിരിക്കണം. പലിബനറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി, അടുത്ത് കാലത്ത് മരണപ്പെട്ടൊരു മനുഷ്യനാണ്. ഒരു യുവാവായിരുന്നു അദ്ദേഹം, ചുറുചുറുക്കുള്ള പ്രായം, എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, എല്ലാം ഉണ്ടായിരുന്നു. സുഖാഡംബരങ്ങളുടെ മൂർത്തീഭാവത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ആഡംബരത്തിന്റെ പര്യായമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഒരു മനുഷ്യനിക്ക് അനുഭവിക്കാൻ കഴിയുന്നതെല്ലാം പടച്ചും കൊടുത്തു. നല്ല യുവത്വത്തിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ക്യാൻസർ വരുന്നത്. മെഡിക്കൽ രംഗം വിധി എഴുതി, അലിബനാറ്റ്, നിനക്ക് ഇനി 3 മാസമാണ് അവധി. 3 മാസം. ശരീരം ചുക്കിച്ചുളിഞ്ഞിട്ടില്ല, ഒരു നിര പോലും ബാധിച്ചിട്ടില്ല, നല്ല ചുറുചുറുക്കുള്ള എല്ലാ നിലക്കുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. റൂം തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിത്യോപയോഗ വസ്തുക്കൾ വരെ റൂമുകളിലേക്ക് അടുക്കി വെക്കാൻ മാത്രം ഉണ്ടായിരുന്നതാണ് അല്ലെ. അത്യാഡംബര കാറുകളുണ്ട്, എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അതിലേക്ക് തന്നെ നോക്കി, ഒരു നോക്കുകുത്തിയായിക്കൊണ്ട് നോക്കിയതാണ്. എന്താ ഇതൊക്കെ ഒരു കാര്യം. അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഒരു 3 മാസത്തിനപ്പുറം ഞാൻ എവിടെ? ഒരു 3 മാസത്തിനപ്പുറം എന്റെ ലോകം എന്ത്? അദ്ദേഹം ചിന്തിച്ചു, അവിടേക്ക് ഞാൻ എന്ത് കരുതി വെച്ചു? കിട്ടിയത് മുഴുവനും ഈ ഭൂമി ലോകത്ത് തന്നെ ഞാൻ കഴിച്ചു തീർത്തു, ഉടുത്തു തീർത്തു, അനുഭവിച്ചു തീർത്തു എന്നതല്ലാതെ പറഞ്ഞില്ലേ കൂട്ടരെ, നാളേക്ക് വേണ്ടി എന്തെങ്കിലും കയ്യിലുള്ള നീക്കിയിരിപ്പ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തട്ടി ഒരു മൂലക്കിൽ നമ്മൾ ചിന്തിച്ചു കൊടുക്കണം. അപ്പൊ ചോദിക്കണ്ടല്ലോ. ആ ചോദ്യം അദ്ദേഹത്തെ പിടിച്ചു കുലുക്കിയതാണ്. അദ്ദേഹം ഒരു നിമിഷം പോലും മാറ്റിവെക്കാതെ യഥാർത്ഥത്തിലുള്ള ലോകത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ക്യാൻസർ എന്നുള്ളത് റബ്ബ് എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. ക്യാൻസർ എന്നുള്ളത് എനിക്ക് റബ്ബ് തന്നൊരു ഗിഫ്റ്റാണ്. എന്തിനാ?
ഒരു യഥാർത്ഥ ലോകത്തെക്കുറിച്ച് മറന്നവനായിരുന്നു ഞാൻ. ഒന്ന് തിരിച്ചു ചിന്തിക്കാനും എൻ്റെ ആ ഒരു ചവിട്ടുപടികളൊന്ന് മാറ്റാനും വേണ്ടി റബ്ബ് എനിക്ക് തന്ന ഒരു മെഗാ അവസരമാണിത്. അദ്ദേഹം നന്മകൾക്ക് വേണ്ടി ബാക്കിയുള്ള 3 മാസം ടാർഗറ്റ് ചെയ്തു. പക്ഷേ റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് 10 ഇരട്ടി സമയം കൊടുത്തു. 3 കൊല്ലം നീട്ടിക്കൊടുത്തു. 3 കൊല്ലം. ആ 3 കൊല്ലം കഴിയുമ്പോഴേക്കും അദ്ദേഹം ഇതുവരെ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു പിടിച്ചു. അദ്ദേഹത്തിന്റെ സമ്പത്തിലെ നല്ലൊരു ശതമാനം അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന് ഖബറിലേക്ക് ഉപകാരപ്പെടും വിധമുള്ള പള്ളികൾ കയറ്റുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു, അല്ലേ? കിണറില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് കിണർ നിർമ്മിച്ചു കൊടുക്കുന്നു. എല്ലാം പ്രോഫിറ്റബിൾ ആയ രൂപത്തിൽ, ലാഭകരമായ രൂപത്തിലേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആയത്തിൽ കുറിച്ചിങ്ങനെ ചൊല്ലിയിട്ട് അദ്ദേഹം മരിക്കുന്ന രംഗവും നമ്മൾ അവസാനമായി കൊണ്ട് കണ്ടു. നമുക്കറിയില്ല അദ്ദേഹത്തിന് ബാക്കി എന്താണ്, പക്ഷെ വലിയൊരു പാഠം അതിലുണ്ട്. എന്തുകൊണ്ടാണ് മതിമറന്നൊരു ജീവിതത്തെ അദ്ദേഹം തിരിച്ചു പിടിച്ചത്? അദ്ദേഹത്തിന്റെ ഒരു മടക്കയാത്രയെക്കുറിച്ച് വലിയൊരു അലാം, വലിയ ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ അദ്ദേഹം മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അൽ ആഖിലു മൈ യഅ്തബിറു മിൻ ഗൈരിഹി, മറ്റുള്ളവരിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതുകൊണ്ട് നമ്മുടെ കയ്യെത്തും ദൂരത്ത് മൂക്കിന് താഴെ നടക്കുന്ന മരണങ്ങളുണ്ടല്ലോ, ശക്തമായ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ പോലും പൊടുന്നനെ മരിക്കും. നമ്മൾ കണ്ടില്ലേ, 10 വയസ്സുകാരൻ മലർന്നു വീഴുന്നു. എന്താ അവസ്ഥ? അറ്റാക്കാണല്ലോ, അല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ ഏറെ ചാൻസ് ഉള്ളത് മരിക്കാനല്ലേ? ജീവിക്കുന്നതിനേക്കാൾ ഏറെ ചാൻസ് മരിക്കാനല്ലേ? ശരിക്ക് നമ്മൾ 100-ലും 110-ലും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, തെക്കോട്ടും വടക്കോട്ടും ഒക്കെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈവേയിലൂടെ അല്ലേ നമ്മൾ ദിനംപ്രതി പോയിക്കൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരുത്തന്റെ ചെറിയൊരു അശ്രദ്ധ നമ്മുടെ ജീവൻ കവരൂലേ? കണ്ടില്ലേ നമ്മൾ, അല്ലേ? കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പിൽ ഒരു കുടുംബം സഞ്ചരിച്ച ഉംറയുടെ വാഹനം, പ്രിയമുള്ളവരെ, മൃതദേഹങ്ങൾ പോലും ഒന്ന് ശരിക്കും നോക്കാൻ പറ്റാത്ത രൂപത്തിൽ കത്തിക്കരിഞ്ഞ വാർത്തയല്ലേ നമ്മൾ കണ്ടത്? പല പല കാരണങ്ങളിലൂടെ റഹ്മാനായ റബ്ബ് പൊടുന്നനെ തിരിച്ചു വിളിക്കുന്നവരിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ നമ്മളെ ശരിക്കും പിടിച്ചു കുലുക്കണം. ഇത് ശക്തമായൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകണം. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞു വെച്ച വാചകത്തെ പ്രിയമുള്ളവരെ നെഞ്ചകത്തിലേക്ക് ചേർത്തി വെക്കാൻ നമുക്ക് കഴിയണം. ആ ഖബറിന് വേണ്ടി, ആ പരലോകത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ നമുക്ക് കഴിയണം. എങ്കിൽ എങ്ങനെയാണ് ആ ഒരുക്കം? എങ്ങനെയാണ് ആ ഒരുക്കം? ആ ഒരുക്കത്തിന് വേണ്ടി നാം നിർവഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഖബറിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ചില ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും, അല്ലേ? ഖബറിലെ ആദ്യ രാത്രിയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മൻ റബ്ബുക എന്നാണ്. അതിന് വിജയിച്ച ഒരു മനുഷ്യന്റെ മറുപടി എന്തായിരിക്കും? നിങ്ങൾ പറയും റബ്ബി അല്ലാഹ് എന്നാണ്. ഇത് നമ്മൾ കേട്ടു, ഇത് നമ്മൾ പഠിച്ചു. 5ാം ക്ലാസ് ആകുമ്പോഴേക്ക് നമ്മളത് ഉത്തരം എഴുതി പഠിച്ചു. അന്ന് ഉസ്താദ് നമുക്ക് മാർക്ക് കിട്ടുന്നു. പക്ഷെ ആ മാർക്ക് കൊണ്ട് മാത്രമായില്ല. ഇതിനുള്ള മറുപടി ജീവിതം കൊണ്ട് കൊടുക്കാനാണ് കഴിയുക. പിന്നെയും ചോദിക്കുന്നുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അവന്റെ ദീനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അൽ ഉസൂൽ സലാസ കേട്ടിട്ടുണ്ടാവും, അല്ലേ? പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബിനോടുള്ള ഹക്കുകൾ, ബാധ്യതകൾ നിർവഹിച്ചൊരു മനുഷ്യനാണ് ഖബറിന് വേണ്ടി ഒരുങ്ങി എന്ന് പറയാൻ കഴിയുള്ളൂ. എങ്കിൽ എന്താണ് റഹ്മാനായ റബ്ബിന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹക്ക്? ആരാ റബ്ബ്? ആരാ പ്രിയമുള്ളവരെ റബ്ബ്? റബ്ബിനെ കുറിച്ച് നമ്മൾ എന്താ ശരിക്കും മനസ്സിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്? ആയത്തുൽ കുർസി എല്ലാ ദിവസവും എല്ലാ വക്തിലും നമ്മൾ ചൊല്ലുന്നില്ലേ, അല്ലേ? ആയത്തുൽ കുർസിക്ക് വല്ലാത്തൊരു മഹത്തല്ലേ? അത് മനസ്സ് തട്ടി ചൊല്ലിയ ഒരു മനുഷ്യനും സ്വർഗപ്രവേശത്തിനും ഇടയിൽ ആകെയുള്ള ഗ്യാപ്പ് ആ മനുഷ്യൻ മരിക്കുക എന്നതാണ്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? ഒറ്റ ആയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് 10 കാര്യങ്ങൾ പറയുന്നു. മനോഹരമായ വർണ്ണനകൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? പ്രിയമുള്ളവരെ, ആ ആയത്തുകളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയോ? ആരാ എൻ്റെ റബ്ബ്? ആരാ എൻ്റെ റബ്ബ്? എന്നെ സൃഷ്ടിച്ചു, എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് വേണ്ടതെല്ലാം എന്നേക്കാൾ നന്നായി മനസ്സിലാക്കി വേണ്ട സമയത്ത് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തു തരുന്നു. എത്ര ലിറ്റർ ബ്ലഡാണ് നമ്മൾ ഇന്ന് ഫ്രഷ് ചെയ്ത് നമുക്ക് വല്ല കൊടുത്തോണ്ടോ? എത്ര ശ്വാസമാണ് നമ്മൾ എടുത്തുവിട്ട് നമുക്ക് വല്ല കണക്കുണ്ടോ? എത്ര തവണയാണ് നമ്മുടെ കണ്ണും പിന്നെ അടഞ്ഞു തുറന്ന് നമുക്ക് വല്ല കണക്കുണ്ടോ? ഉണ്ടോ? ഇന്നലകളെ നമ്മളെ പോറ്റിയതാരാ? ഇപ്പോഴും നമ്മൾ പോറ്റിക്കൊണ്ടിരിക്കുന്നതിനാരാ? ഇനി ഭാവിയിൽ ആയുസ്സിലെടുത്തോളം നമ്മളെ എസ്കേറ്റ് എടുത്തതിനാരാ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, പ്രിയമുള്ളവരെ, റബ്ബാണ്. ഉമ്മാന്റെ സ്നേഹം എത്രയാണ്? നമ്മൾ വാചാലനാകും, അല്ലേ? വാപ്പ നമ്മളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്ന് കണ്ണീര് വരുമായിരിക്കും.
ഓരോരുത്തരുടെയും ഇമോഷണൽ ഫീലിംഗ് വ്യത്യസ്തങ്ങളായിരിക്കും. ഉമ്മാനെ കുറിച്ച് പറയുമ്പോഴേക്കും അത് തീരുമ്പോഴേക്കും ചുണ്ടുകൾ വിതുമ്പുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഉപ്പാനെ കുറിച്ച് പറയുമ്പോഴേക്കും വികാരിതമായി കൊണ്ടുപോകുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ഉപ്പയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവൻ ആരാ? റഹ്മാനായ റബ്ബാണ്. പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ആ റബ്ബിന് കൊടുക്കേണ്ട ഹക്ക് കൊടുത്തിട്ടുണ്ടോ? ഒരൊറ്റ ചോദ്യം നമ്മൾ ചോദിക്കണം. എന്തിനെ നമ്മൾ ഖബറിലേക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നറിയാം. എങ്കിൽ ഏറ്റവും വലിയ ഹക്ക് എന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, കൂട്ടരെ, നിങ്ങൾക്ക് റബ്ബിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹക്ക് എന്താണെന്ന് അറിയിച്ചു. സ്വഹാബാക്കൾ പറയും, നിങ്ങൾ പറയ റസൂലെ, അതെന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി നൽകിയത് എന്താണെന്നറിയോ? അയ്യഅ്ബുദൂ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു. വലാ യുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ പ്രിയമുള്ളവർ ഒരാളെ പോലും നിങ്ങൾ പങ്കു ചേർക്കരുതിട്ടോന്നാണ്. ഇത് വലിയൊരു വിഷയമല്ല. ഇത് ചെറിയൊരു ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഒന്നുമില്ല, അള്ളാഹ്ക്ക് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ വേറൊരാൾക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ആ സ്ഥാനത്തേക്ക് നമ്മൾ ആരെയും എടുത്തു വെക്കാതിരിക്കുക. അള്ളാഹ്ക്ക് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അല്ലെ, ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഈ പറ എൻ്റെ റബ്ബാരെന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി ഇങ്ങനെ മനോഹരമായി കൊണ്ട് വർണ്ണിക്കണ്ടേ, എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എനിക്കെന്തെങ്കിലും രോഗമുണ്ടാകുമ്പോൾ എനിക്ക് രോഗം ഉണ്ടാകുമ്പോഴേക്കും ഞാൻ അവലംബമായി കൊണ്ട് സ്വീകരിക്കുന്ന എൻ്റെ രോഗം മാറ്റിത്തരുന്ന എൻ്റെ റബ്ബ്. അല്ലേ, എനിക്ക് കുഞ്ഞില്ലാത്ത സാഹചര്യമുണ്ടോ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞ് ചോദിച്ച റബ്ബ്. രോഗമുണ്ടോ എനിക്ക്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാണ് കെഞ്ചി ചോദിച്ചത്? ആ റബ്ബ്. അല്ലേ, അപകടം മണത്തു, അല്ല, അപകടത്തിൽ പെട്ടു. അപകടത്തിന്റെ തീക്ഷ്ണം നമുക്കറിയാൻ കഴിയാണ്. മരണത്തോട് മുഖാമുഖം കാണുന്ന സമയത്തും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവലംബിച്ച ഒരു റബ്ബ്. ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ റബ്ബേ എന്ന് വിളിക്കേണ്ടതിന് പകരം അവിടെ വേറൊരാളും വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുവോ പ്രിയമുള്ളവരെ, അന്നേ നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളൂ. അന്നേ നമ്മൾ മടക്കയാത്രക്ക് വേണ്ടി ഒരുങ്ങിയെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആ ഒരു സൂക്ഷ്മതാബോധം ആരാണോ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻക്ക് ഖബറിലെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള തൗഫീക്ക് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മുഖത്തെ എത്തിയതൊന്നും കാര്യമില്ല. ഇവിടെ നാട്ടിലുണ്ടോ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഒരു ചെറിയ സ്ലിപ്പ് കൊണ്ടുവരും, എന്നിട്ട് ആരാണ് മൻ റബ്ബുക, റബ്ബി അള്ളാന്ന് എഴുതിക്കും. മൂപ്പന്റെ പേര് പോലെ അറബിൽ എഴുതാനോ വായിക്കാനോ അറിയാത്ത മനുഷ്യനാണ്. മൂപ്പരെങ്ങനെ പതുക്കെ നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് അതിന് 500 രൂപ ഇവിടെ വസൂലാക്കാണ്. അത് കൊടുക്കാൻ ആളുണ്ട്, അപ്പോൾ പോലും നീ ചിന്തിക്കണില്ല. പടച്ചോൻ, ഈ കാക്കാക്ക് ഇദ്ദേഹത്തിന്റെ പേര് മലയാളത്തിൽ പോലും എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഇദ്ദേഹം എങ്ങനെയാണ് അറബിയിൽ വായിക്കുക? കോപ്പിയടി നമ്മുടെ ദുനിയാവിലെ എക്സാം ഹാളിൽ പോലും കോപ്പിയടി പറ്റൂല. ഇതെന്തിനാ കൊടുക്കണത്? മലക്കളൊന്ന് ചോദിക്കുമ്പോൾ നൈസായിട്ട് നോക്കുക, റബ്ബി അല്ലാഹ്, ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഏർപ്പാട്. അത് പറഞ്ഞാലും വിശ്വസിക്കാൻ പാകപ്പെട്ട ഒരാളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പ്രിയമുള്ളവരെ. അങ്ങനെ ആളുകൾ ചിന്തിച്ചിട്ടുള്ളത്. അതിൽ പോയി പെടല്ലേ. ഇതൊന്നും ഞാനുള്ള കളിയല്ല, ഇതൊക്കെ ജീവിതം കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കളിയാണ് ഇതൊക്കെ. അത് റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകണമെന്നാണ്. മലക്കുകൾ തിരിച്ചു മറിച്ച് ചോദിക്കുന്നതാണ്, പേടിപ്പിച്ച് ചോദിക്കുന്നതാണ്. പക്ഷേ റഹ്മാനായ റബ്ബാണ് അവിടെ നമുക്ക് കരുത്ത് പകരാന്നാണ്. യുസബ്ബിതുല്ലാഹ് എന്ന് പറഞ്ഞു. അവന് റഹ്മാനായ റബ്ബ് അവനക്ക് സ്ട്രോങ് കൊടുക്കുന്നതാണ്. എത്ര ചോദിച്ചാൽ അവന് പറയും എൻ്റെ റബ്ബ് അള്ളയാണ്. കാരണം എന്താ? ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ വന്നപ്പോഴും ഹസ്ബി അല്ലാഹ് വനിഅ്മൽ വക്കീൽ എന്നതല്ലാതെ അവൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ട് പകുതി ചേർന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഒരു ഭാഗം നിഷേധമാണ്, ഒരു ഭാഗം ഉറപ്പിക്കലാണ്. എന്തിനാ നിഷേധിക്കണത്? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി വേറൊരാളുമില്ല, വേറൊന്നുമില്ല, ഒരു ജാറനിക്കില്ല. അല്ലേ, ആ നിലക്ക് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരുമില്ല. അവരൊക്കെ മാറ്റിക്കണം. അവർക്കൊന്നും ആരാധനക്കുള്ള അർഹതല്ല. ആരൊഴികെ? ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ എന്ന. അതാണ് ആദർശം. അതിന്റെ പേരാണ് തൗഹീദ് എന്നുള്ളത്. ആ തൗഹീദ് മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ എന്ന് നമുക്ക് കഴിയുന്നു പ്രിയമുള്ളവരെ, അന്നേ നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യം നിസ്കാരത്തിന്റെ കാര്യത്തിലൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വർഗം അനന്തരം എടുക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ എത്രത്താ പറഞ്ഞത്? അവിടെ ഒക്കെ മുന്തിച്ചത് എന്തിനാണെന്നറിയോ? വിശ്വാസത്തെയാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. എത്രടത്ത ഘട്ടങ്ങൾ വെറുതെ അടിച്ചു നോക്കി. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് തുടങ്ങിയ ആയത്തിൽ കണ്ടവനം കാണാൻ പറ്റും. അതെന്താ?
അത് അള്ളാഹ് വെറുതെ മുന്തിച്ചതല്ല. വിശ്വാസം ഓക്കെയാണെങ്കിൽ ബാക്കിയൊക്കെ ചെയ്യണം. അവൻ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, അവൻ എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല, അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പിട്ടും കാര്യമില്ല, സക്കാത്ത് കൊടുത്തും കാര്യമില്ല, ഒന്നും കാര്യമില്ല. വിശ്വാസം ഓക്കെയാണ്. അതുകൊണ്ടാണ് നിബിധങ്ങളെ പോലും വിളിച്ചിട്ട് പറഞ്ഞ നബിയെ സംഗതിയൊക്കെ ശരിയാണ്, ഈ നബിയാണ്, പക്ഷേ നിന്റെ ജീവിതത്തിലാണ് എനിക്ക് കിട്ടേണ്ട ഹക്കിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം വന്നെങ്കിൽ അതോടുകൂടെ കഥ കഴിഞ്ഞു. പറയാ പരലോകത്ത് അരകരുന്ന രംഗം ഇപ്പൊ തന്നെ പറഞ്ഞതാണ്. എന്താ, ചില ആളുകളുടെ അമലുകളിലേക്ക് ഞാനൊരു ചെല്ലുന്നതാണ്. കണ്ടമാന അമലുണ്ടാവുമല്ലോ, പക്ഷെ എന്താക്കും, അതിനൊക്കെ ഇങ്ങനെ ധൂളികളെ പോലെ ആക്കുന്നവർ. എന്തേ കാരണം? ഒറ്റ കാരണമാണ് പടച്ചോൻ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹക്കായ തൗഹീദിൽ മായം ചേർത്തതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ലാഭേച്ഛയുമില്ലാതെ പറയുന്നു, അള്ളാനെ വിട്ടിട്ട് കളി നമ്മൾ കളിക്കരുത്. ആരും ഉണ്ടാവില്ല, ഖബറിൽ ഒരു കുട്ടി ഉണ്ടാവില്ല, നമ്മളെ പിഴപ്പിച്ചവരുണ്ടാവില്ല. അതുകൊണ്ട് മനസ്സ് തട്ടി ചോദിച്ചാൽ, മനസ്സ് തട്ടി ആ വിഷയത്തിൽ ഇനി ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു ഉറപ്പ് കിട്ടാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ പടച്ചോട് ചോദിച്ചോളി, റബ്ബേ ഹക്ക് ഏതാണ്? എനിക്ക് ഒരു താല്പര്യമല്ല പടച്ചോൻ, എന്റെ താല്പര്യം എന്താണെന്നറിയോ? എന്റെ താല്പര്യം റഹ്മാനായ റബ്ബേ, ഞാൻ ഒറ്റക്ക് കടക്കുന്ന ആ ഖബറ് അവിടെ രക്ഷപ്പെടണം. പടച്ചോനെ ആരും തിരിഞ്ഞു നോക്കാത്ത, ആർക്കും എന്നെ വേണ്ടാത്ത പരലോകത്ത് നീ മാത്രമുള്ള ഇടത്ത് രക്ഷപ്പെടാൻ എനിക്ക് കഴിയണം. അതിന് എതിരാകുന്ന എന്തെങ്കിലും ചതിക്കുഴിയിൽ, വിശ്വാസ വൈകല്യത്തിൽ ഇപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ പടച്ചോനെ അതിൽ നിന്നും തിരിഞ്ഞ് കയറാനുള്ളൊരു മാനസിക വിശാലത എനിക്ക് നൽകണേന്നാണ്. അവിടെ പാരമ്പര്യത്തിന്റെ വർത്തമാനം നമ്മൾ പറയരുത് പ്രിയമുള്ളവരെ. നമുക്ക് കൂറുള്ളത് ദീനിനോട് മാത്രമാകണം, നമുക്ക് കൂറുള്ളത് അള്ളാഹുവിനോടാകണം. അള്ളാഹ്ക്ക് വേണ്ടി ബാക്കിയുള്ളതിനൊക്കെ മാറ്റിവെക്കാൻ എന്ന് നമുക്ക് കഴിയുന്നുവോ അന്നേ നമുക്ക് ഖബർ ശരിയാവുള്ള നമ്മൾ മനസ്സിലാക്കണം. മടക്കയാത്രക്ക് ഒരുങ്ങിയവൻ ആരാ എന്നൊരാളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ മറുപടി കൊടുക്കും, അള്ളാഹ്ക്ക് ഉള്ള ഹക്കുകൾ പൂർത്തിയാക്കിയവൻ. നമ്മുടെ ഒന്നാമത്തെ മറുപടി അതാണ്, അള്ളാഹുനുള്ള ബാധ്യത ശരിയാക്കിയവനാ. ക്ലിയർ അല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയും? രണ്ടാമത്തെ ഹക്കാരോടെന്നറിയും? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നമ്മളിന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, അൽഹംദുലില്ലാ, റബ്ബ് നിലനിർത്തി തീരുമാറാകട്ടെ. ഇന്ന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന ഈ പള്ളി എത്ര നല്ല സൗകര്യത്തിലുള്ളത്, എന്തൊരു സൗകര്യത്തിലാണ് അൽഹംദുലില്ലാ നമ്മൾ നമസ്കരിച്ചത്. പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കയിലെ മണലാരണ്യങ്ങളിലും അതേപോലെ തന്നെ മക്കയിലെ മലമടക്കുകൾക്കിടയിലും ശത്രുക്കളെ ഭയന്നുകൊണ്ട് ചില ആളുകൾ നിസ്കരിച്ചിട്ടുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്കുലി പരിമിതമായി വിരലെണ്ണാവുന്ന ചില സ്വഹാബാക്കളും പേടിച്ചിട്ടാണ് നിസ്കരിച്ചത്. നമുക്കാരും പേടിയുണ്ടോ? അൽഹംദുലില്ലാ ഉണ്ടോ? അങ്ങനെ പേടിച്ചും പാത്തും പതുങ്ങിയും ശത്രുക്കളെ ഭയപ്പെട്ടും ഒരിക്കൽ അള്ളാഹിന്റെ റസൂൽ സുജൂദ് കിടക്കുമ്പോഴേ എണീക്കാൻ കഴിയുന്നില്ല. എന്താണെന്നറിയോ? ശത്രുക്കളെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊടുന്ന് തള്ളിക്കാണ്. സാധനം എണീക്കാൻ പോലും കഴിയുന്നില്ല. എന്തിന് ഈ ആദർശത്തെ ഉള്ളിലാക്കിയത് മാത്രമല്ല, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുന്നതിന് പേരില്ല. അവർ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയായിരുന്നു പ്രിയമുള്ളവരെ. ജീവിതത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയൊന്നും നമ്മൾ അനുഭവിച്ച ഭൗതിക സുഖത്തിന്റെ 100% പോലും അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചോ? ഇല്ല കൂട്ടരെ. ഒക്കെ ത്യജിക്കുകയായിരുന്നു, എല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. എന്തിന്? ഖിയാമത്ത് നാളോളം വരാനിരിക്കുന്ന അസംഖ്യം വരുന്ന ആളുകൾക്ക് ഈ ആദർശം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. അന്ന് അള്ളാന്റെ റസൂൽ കൊണ്ട വെയിലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ തണല്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ശീതീകരിച്ച മുറിയുണ്ടല്ലോ, അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ട വെയിലിന്റെ ബാക്കി പത്രമാണെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലേക്ക് വരണം. എൻ്റെ റസൂല് എന്നെയും സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ ചില്ലറയല്ല. അവിടുന്ന് കൊണ്ട കല്ലേറുകൾ എനിക്ക് കൂടെ വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് ഏറ്റ പ്രയാസങ്ങൾ എനിക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്തിനാണ് പറയുന്നതെന്നറിയോ? നബിക്ക് നമ്മളുള്ള സ്നേഹത്തിനെന്നറിയോ? പ്രിയമുള്ളവരെ, എല്ലാ നബിമാർക്കും മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചാൻസ് കൊടുക്കൽ, കുല്ലി നബിയ്യിൻ ദഅവത്തു മുസ്തജാബ, ഒരു അവസരം കൊടുത്തു. ആ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് എന്താ ചോദിച്ചും കിട്ടുന്നതാണ്. എല്ലാ പ്രവാചകന്മാരും ദുനിയാവിൽ തന്നെ ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പോഴും അള്ളാഹ് റസൂലിന് കൊട്ടക്കണക്കിന് പ്രാരാബ്ദങ്ങൾ പിന്നിലുണ്ട്. 3-4 മാസമൊക്കെ അടുക്കള പുകയാത്തൊരു വീടിന്റെ ഓണറിന്റെ ഒരു മനസ്സുകൾ ആലോചിക്കൊക്കെ അത്രമേൽ ദാരിദ്ര്യത്തിലൂടെ അങ്ങനെ പോകുമ്പോഴും അവിടെ ഒന്നും അള്ളാഹ് റസൂൽ ഉപയോഗപ്പെടുത്തിയില്ല. പിന്നെന്താ ചെയ്തെന്നറിയോ? അള്ളാഹ് റസൂൽ പറയാ, ഞാൻ ആ സമയത്ത് ഈ അവസരത്തെ എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് എടുത്തുവെന്നാണ്. എപ്പോ
യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. അല്ലാഹ് പറയണ്ടേ, എല്ലാവരും വരണ്ടോടുന്ന ഒരു ദിവസം. ആരും വേണ്ട, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഭാര്യ പോകുന്നു, ഭർത്താവ് തിരിഞ്ഞു നോക്കുന്ന ആരും വേണ്ട. ആ ദിവസത്തിൽ നമുക്ക് വേണ്ടി റബ്ബിനോട് വക്കാലത്ത് പറയാൻ, നമ്മുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, നമ്മുടെ സിറാത്തിൽ കയറുന്ന സമയത്ത് അല്ലാഹുമ്മ അല്ലാഹുവേ ഈ സാധുവിനെ എന്ന് കരകയറ്റി കൊടുക്കണേ, രക്ഷപ്പെടുത്തണേ പടച്ചോനെ, നരകക്കുണ്ടിലേക്ക് നീ അവനെ തള്ളിയിടത്ത് റബ്ബേ എന്ന് പറയാൻ, നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على حي على الفلاح حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. സഹോദരങ്ങളെ സൂചിപ്പിച്ചത് ഖബറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണ് ചില ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളതും. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ബാധ്യത റഹ്മാനായ റബ്ബിനോടാണ് എന്നും രണ്ടാമത്തത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് എന്നുമാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ആ സുന്നത്തുകളെ ജീവിതത്തിൽ അണച്ചു പിടിക്കുക. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം അവിടുത്തെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും തുടങ്ങി എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയും. അത് പഠിക്കാൻ നമുക്ക് കഴിയണം, അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സംസാരം എങ്ങനെ, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ പോലെ, നമ്മുടെ നടത്തം എങ്ങനെ, നമ്മുടെ ഇരുത്തം എങ്ങനെ, നമ്മുടെ കടത്തം എങ്ങനെ, നമ്മുടെ വസ്ത്രധാരണം എങ്ങനെ, നമ്മുടെ ആകാര ഭംഗി എങ്ങനെ, എല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാണിനെ പഠിപ്പിച്ചതെന്തോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് പഠിപ്പിച്ച എല്ലാ മതത്തിൻ്റെ ചിഹ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ആ പ്രവാചകന്റെ കൂടെ സ്വർഗം പങ്കിടാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ പണിയെടുക്കേണ്ടത്. അങ്ങനെ പണിയെടുക്കുന്നവനാണ് മടക്കയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവനെന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റസൂലും കഴിഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ ബാധ്യതകൾ. നമുക്ക് പിന്നെയും ചില ബാധ്യതകളുണ്ട്, തീർത്താൽ തീരാത്ത ബാധ്യതകൾ. പിന്നെ ചില സൃഷ്ടികളോടാണ്. അതിലേറ്റവും മുൻപന്തിയിലുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മയും ബാപ്പയുമാണ്. മാതാപിതാക്കളോടുള്ള കൂറ് പുലർത്തിയൊരു ജീവൻ നമുക്കുണ്ടോ നമ്മൾ നല്ലോണം ആലോചിക്കണം. നമ്മുടെ വിഷയത്തിൽ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ നമ്മുടെ ഉമ്മയും ബാപ്പയും? നമ്മുടെ മടക്കയാത്രക്കുള്ള മുന്നൊരുക്കത്തിൽ തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച്
ആ ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ച് ഒരു സ്വർഗം കിനാവ് കാണണ്ട നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹ് ഫീ സുഖ്തിൽ വാലിദൈൻ. അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ഭൂമി ലോകത്ത് വെച്ച് നമുക്ക് അളന്നു നോക്കാൻ കഴിയുന്ന ഒരു അളവ് പോലാണ് എൻ്റെ ചൂടും ചൂരും അറിയുന്ന എൻ്റെ ഉപ്പാക്കും ഉമ്മാവും ശരിക്കും എന്നെ എന്താണ് നല്ല നിലക്ക് വിലയിരുത്തുമ്പോൾ പ്രിയമുള്ളവരെ ഒരു തൃപ്തി ഉണ്ടോ? വാപ്പി ഇമ്മിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടാവോ? എൻ്റെ സംസാരം, ഞാൻ അവരോടുമായിട്ടുള്ള എൻ്റെ ബന്ധം, എൻ്റെ ബാക്കിയുള്ള ഏർപ്പാടുകളിൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും തൃപ്തിയുണ്ടോ നല്ലോണം നമ്മൾ ആലോചിക്കണം. എങ്കിൽ ആ തൃപ്തി കിട്ടാൻ മാത്രം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് വേറെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളുടെ തൃപ്തി പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ബാധ്യപ്പെട്ട രണ്ട് ടീമാണ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്നുള്ളത്. പല ആളുകളെ കുറിച്ച് കേൾക്കുന്ന പരാതി എന്താണെന്ന് അറിയുന്നത്, മുപ്പരെല്ലാറ്റിനും ഉഷാറാന്ന് പറയാം. മുപ്പരെല്ലാറ്റിനും ഉഷാറാണ്, ഇബാദത്തൊക്കെ സെറ്റാണ്, ഉഷാറാന്ന് പറയാം. ഒന്നാമത്തെ സുഫിലുണ്ടാവും, ഒരു നോമ്പ് പോലും മുപ്പര് കളയും, എല്ലാ സുന്നതസ്കാരം ഉണ്ട്, എല്ലാം ഉഷാറാണ്. പക്ഷേ നാട്ടുകാരുടെ മൊത്തം നല്ല പെരുമാറ്റമാണ്. പക്ഷേ സ്വന്തം ഭാര്യയോട് ബിഗ് സീറോയാണ് അവൻ. വേറൊരു മുഖമാണ് ഭാര്യ അരികിൽ ചെല്ലുന്നതെങ്കിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരിൽ നമ്മൾ പെടാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ പ്രിയമുള്ളവരെ സ്വർഗം കിനാവ് കാണണ്ട. ഒരർത്ഥവുമില്ലാതിന് വലിയൊരു അമാനത്തിലാണ് നമ്മൾ വീഴ്ച വരുത്തിയിട്ടുള്ളത്. ഒരു കുടുംബത്തിൽ നമ്മൾ കയറി ചെന്നു, ഒരുത്തിന് നമ്മൾ പെണ്ണാലോചിച്ചു, ഞാൻ ഏറ്റെടുത്തോളം എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ പറഞ്ഞ വാക്കിന്റെ ധ്വനിയെത്രയെന്നറിയോ? ഖബിൽതു നിക്കാഹ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് റഹ്മാനായ മീസാഖൻ ഗലീദാന്ന ബലിഷ്ഠമായ കരാറ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ടാ ഒരുത്തിനോട് കൊണ്ടുവന്നിട്ടുള്ളത്. അവൾ അന്ന് വരെ ആർക്ക് മുമ്പിലും കാണിച്ചു കൊടുക്കാത്തതും പണയപ്പെടുത്താത്തതുമായ കാര്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഹലാലാക്കി തന്നത്. ചില്ലറ കാര്യമില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഒരസൽ നടത്തുന്നതിൽ ഹരം കാണുന്നവരാണോ നമ്മൾ? നമ്മുടെ വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, നോട്ടം കൊണ്ട്, ചില കമന്റുകളെ കൊണ്ട് നമ്മുടെ പ്രിയതമയുടെ കണ്ണിൽ നിന്നും എന്നും കണ്ണീര് വരുന്നവരാണെങ്കിൽ നമ്മൾ നല്ലോണം ആലോചിക്കണം. നമ്മുടെ ജീവിതം ട്രാക്ക് മാറി ഓടുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജീവിതക്രമമല്ലാതെ എന്നതാണ്. നേരെ തിരിച്ചിങ്ങോട്ടുണ്ട്. പ്രിയപ്പെട്ട ഭാര്യമാരെ ശ്രദ്ധിക്കുക. അള്ളയും റസൂലും കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഉപ്പയും ഉമ്മയുമല്ല, അവരും അതിന് കീഴെയാണ്. അവരെക്കാൾ ബഹുമാനം കൊടുക്കേണ്ട ആളാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു വേള നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭർത്താവിന്റെ പൊരുത്തം എനിക്കുണ്ടോ എന്ന് എല്ലാ സഹോദരിമാരും വിലയിരുത്തണം. ഒരു തുറന്ന് പറച്ചൽ നടക്കണം പ്രിയമുള്ളവരെ. ദാമ്പത്യ ജീവിതം മനോഹരമാക്കി കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അത് പഠിക്കണം നമ്മൾ, അത് അറിയണം നമ്മൾ. എൻ്റെ ദാമ്പത്യത്തെ അള്ളാന്റെ റസൂല് പറഞ്ഞ രൂപത്തിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പഠിച്ചേ പറ്റും, പ്രാവർത്തികമാക്കിയേ പറ്റും. ഒരു സ്വസ്ഥവും സമാധാനവുമായ റാഹത്തോടു കൂടെ ജീവിതം നമുക്കില്ല എങ്കിൽ അത് ഇഹലോകത്തിലെ സമാധാനം മാത്രമല്ല നഷ്ടപ്പെടുത്തുക, പരലോകത്തിലെ എന്നേക്കുമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെടുത്തും എന്നതിൽ യാതൊരുവിധ ശക്കുമില്ല, അല്ലെങ്കിൽ സംശയവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, കുടുംബബന്ധം. മടക്കയാത്രക്ക് ഒരുങ്ങുന്നവൻ ശരിക്ക് അണച്ചു പിടിക്കേണ്ട ഒന്നാണ് കുടുംബബന്ധം എന്നുള്ളത്. ഇബാദത്തൊക്കെ ഉഷാറാണ്, പക്ഷേ അകാരണമായിക്കൊണ്ട് ചോരകളുമായിക്കൊണ്ട് തെറ്റി നിന്നിട്ട് വർഷങ്ങളായി. ഇത്ര വരെ അവൻ പ്രഖ്യാപിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും കാണിച്ചിരിക്കുന്ന പറഞ്ഞു. മിനിസ്ക്രീനിൽ കേട്ട ഡയലോഗായിരിക്കും ഒരു പക്ഷേ പ്രിയമുള്ളവരെ, അത് വല്ലാത്തൊരു വർത്താനാണ്. അത് സ്വർഗം നരകവും മരണവും ഒന്നും ബോധ്യപ്പെടാത്തോണ്ട് ആ സാധനം നടത്തിയ സംസാരമാണ്. നമ്മുടെ വാക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നാം ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായ സ്വർഗപ്രവേശനമാണെങ്കിൽ അള്ളാന്റെ റസൂല് പറയാ, പ്രിയമുള്ളവരെ, നാളെ പരലോകത്തിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് വിചാരണപ്പെടുന്നതിന് മുൻപ്, വിധേയമാകുന്നതിന് മുൻപ് എല്ലാ ആഴ്ചകളിലും തിങ്കളും വ്യാഴവും നമ്മുടെ കർമ്മങ്ങൾ ഉയരുന്നുണ്ട്. ചില ആളുകളുടേത് റഹ്മാനായ റബ്ബോടെ പെൻഡിങ്ങിൽ ഇടാൻ വേണ്ടി പറയും. അവരുടെ ഫയല് തിരിഞ്ഞു നോക്കൂല എന്നാണ്. എന്തേ കാരണം? പിണങ്ങി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാഹ് റസൂല് പറയാ, കുടുംബ ബന്ധത്തെ മുറിച്ചവൻ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ. കുടുംബ ബന്ധത്തെ അകാരണമായി കൊണ്ട് മുറിച്ചവനുണ്ടോ, അവന്റെ വാക്കുകൊണ്ട്, അവന്റെ കമന്റ് കൊണ്ട്, അവന്റെ നിസ്സഹകരണം കൊണ്ട്, അവന്റെ വാശി കുറച്ച് ഒരു കുടുംബ ബന്ധം അവന്റെ ചെയ്തികളെ കൊണ്ട് ഒലച്ചിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രഹരമേറ്റിട്ടുണ്ടെങ്കിൽ അത് കണ്ണടയുന്നതിന് മുൻപ് സഹോദര അത് ശരിയാക്കിക്കൊള്ളി. അല്ലെങ്കിൽ വെള്ള വസ്ത്രത്തിൽ ഇങ്ങനെ മൂടി കിടക്കണമെന്നുണ്ടാവുള്ളൂ. ഉള്ള വെള്ളയല്ലാത്തവൻക്കൊക്കെ നാളെ പരലോകത്ത് പ്രശ്നമായിരിക്കും.
അതുകൊണ്ട് പരിശുദ്ധമായൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ് കുടുംബ ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ചില ബന്ധങ്ങളുമായി കടപ്പാടുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാകണം. നമ്മുടെ എല്ലാം വിശുദ്ധമായിരിക്കണം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ്. അല്ലാഹ് ത്വയ്യിബാണ്, അല്ലാഹ് വിശുദ്ധനാണ്. വിശുദ്ധമായതൊന്നും വിശുദ്ധമല്ലാത്തതൊന്നും പടച്ചവർക്ക് വേണ്ടെന്നാണ്. അത് നമ്മൾ സമ്പാദിക്കുന്നുണ്ടോ വിശുദ്ധമാകണം. നമ്മുടെ സമ്പാദന മാർഗം അല്ലാഹ് ഹലാലാക്കി തന്നതായി കോടികൾ കിട്ടുമായിരിക്കും. ഒരു സുഹൃത്ത് UK നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, മൗലവി ഇങ്ങനത്തെ ഒരു സംരംഭമുണ്ട്, അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കൊണ്ട് അത് ശരിയാണെങ്കിൽ അതെനിക്ക് പറ്റുമെങ്കിൽ കോടികളാണ് എനിക്ക് ലാഭം. അതല്ല നിങ്ങൾ അത് പഠിച്ചിട്ട് പറഞ്ഞാൽ അത് വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ ഒഴിവാക്കും, നിങ്ങൾ പറയണമെന്ന്. നോക്കിയപ്പോൾ നമുക്ക് പറ്റില്ല, അത് ഒഴിവാക്കുകയാണ്. ആലോചിക്കും നിങ്ങൾ ആ ഒരു സൂക്ഷ്മത ആലോചിക്കും. ഇല്ലെങ്കിൽ ബന്ധം ഉണ്ടാകുക ആ കോടികൾ മുഴുവനും പിന്നെ ഹറാമിലൂടെ വന്നോട് കൂടെ അവന്റെ ഭക്ഷണം, അവന്റെ പാർപ്പിടം, അവന്റെ എല്ലാം ഹറാമിനാൽ ഊട്ടപ്പെട്ടതായിരിക്കും. അല്ലേ? നമ്മളിന്ന് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലെല്ലാത്തിനും നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു തോതില്ലേ, ആ സമ്പാദ്യം ഹറാമാകുന്നതോടുകൂടെ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരം മുഴുവനും ഹറാമിൽ കുളിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, കുല്ലു ലഹ്മിൻ നബത മിൻ സുഖ്തില്ലാഹ് അന്നാർ ഔലാ ബിഹി. ഹറാമിലൂടെ ഊട്ടപ്പെട്ട ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കത്തിജ്വലിക്കുന്ന നരകമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ഇരുത്തം ആത്മാർത്ഥമാണെങ്കിൽ പലതവണ ആലോചിച്ചോളിയും, നമ്മുടെ സമ്പാദന മാർഗത്തിൽ അല്ലാഹ് ഹലാലാക്കിയ റൂട്ടല്ല എങ്കിൽ അത് മാറ്റി ചിന്തിക്കാൻ, അത് മാറാൻ, അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ രഹസ്യ ജീവിതം അതും വിശുദ്ധമാക്കിയേ പറ്റൂ. പുറത്തൊക്കെ നമുക്കൊരു പേരുണ്ടായിരിക്കും, പുറത്തൊക്കെ നമുക്ക് വിശുദ്ധമായ പട്ടം കിട്ടുമായിരിക്കും, നമ്മൾ ദീനിന്റെ ആളായിരിക്കും, എല്ലാം ഉഷാറായിരിക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എന്ത്? നമ്മളും ഹറാമുകൾ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ നമ്മുടെ മുഖമെന്ത്, നമ്മുടെ നിലപാടെന്ത്, നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് പറയുന്നു? റഹ്മാനായ റബ്ബെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മാന്റെയും ഉപ്പാന്റെയും നമ്മുടെ പിന്നെ ഇണകളുടെയും മക്കളുടെയും നാട്ടുകാരുടെയും ആദർശ ബന്ധുക്കളുടെയും എല്ലാവരുടെയും കണ്ണിനെ വെട്ടിക്കാൻ നമുക്ക് കഴിയും. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്നും നമുക്ക് ഒളിഞ്ഞു നടക്കാൻ കഴിയും. പക്ഷേ റഹ്മാനായ റബ്ബിൽ നിന്നും അത് ഒളിച്ചു വെക്കാൻ കഴിയില്ല. മലക്കുകളുടെ രേഖയിൽ നിന്നും അതൊന്നും പുറത്തു പോകില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ബോധത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അല്ലാഹു റസൂൽ പറയാ, നാളെ പരലോകത്ത് പാപ്പരായവരെ കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തിഹാമ പർവ്വതത്തോളം കർമ്മങ്ങളുമായി കൊണ്ട് ചില മനുഷ്യന്മാർ വരുമെന്നാണ്. തിഹാമ പർവ്വതത്തോളം കർമ്മങ്ങളാണ്. ആലോചിക്കുക എത്ര ഉണ്ടാകുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ കർമ്മങ്ങൾ മുഴുവനും ധൂളികളെ പോലെയാക്കി കളയുമെന്നാണ്. സ്വഹാബാക്കൾ പേടിച്ചു. ശിർക്ക് വന്നതുകൊണ്ടാണോ? അല്ല. നിങ്ങൾ പറഞ്ഞേര്, എന്താ അവർക്ക് പറ്റിയ പ്രശ്നം? അവർക്ക് എന്താ പ്രശ്നം റസൂല്? അവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവർ ഒറ്റക്കാകുമ്പോൾ ഹറാമുകൾ കാണാനും കേൾക്കാനും അറിയാനും പകർത്താനൊക്കെ അവസരം കിട്ടുമ്പോൾ അതിലങ്ങോട്ട് മുങ്ങി താഴ്ന്നു പോകുന്നതാണ്, യഥേഷ്ടം അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ, ഒരു അഡിക്ഷൻ ആ രംഗത്ത് നമുക്ക് ഉണ്ടെങ്കിൽ, പടച്ചോണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പൊറുക്കനെ ചോദിച്ചോളി. റഹ്മാനായ റബ്ബിനോട് ലൈംഗിക രംഗത്ത് വിശുദ്ധിക്ക് വേണ്ടി ചോദിച്ചോളി. പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, നേരായ മാർഗത്തെ ഞാൻ ചോദിക്കുന്നു, തഖ്വയെ ഞാൻ ചോദിക്കുന്നു, വൽ അഫാഫ, ലൈംഗിക രംഗത്തെ വിശുദ്ധിയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലേ? എത്ര മനോഹരമായ പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലേ? പടച്ചോനെ, ഈ ദീനിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമെന്നാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ആവശ്യമായി കൊണ്ട് മാറണം. അതുകൊണ്ട് നല്ലൊരു മടക്കയാത്രക്ക് ഒരുങ്ങുന്നവൻ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. കടം വല്ലാത്ത പ്രശ്നമാണ്. കടക്കാരനായിക്കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നാളിതുവരെ നാം സമ്പാദിച്ച മുഴുവൻ നന്മകളും പെൻഡിങ്ങിലായി പോകാൻ, കബറിലേക്ക് അതിൻ്റെ ഒരു നന്മകളും വിട്ടുകിട്ടാതിരിക്കാൻ മാത്രമുള്ള പ്രഹരശേഷിയുള്ള തെറ്റാണ് നമ്മൾ മനസ്സിലാക്കണം. കടം ഹലാലായ കാര്യത്തിനാണെങ്കിൽ, ഹലാലായ മാർഗത്തിലൂടെയാണെങ്കിൽ അത് അനുവദനീയം തന്നെയാണ്. പക്ഷേ അതിലൊരു ഗൗരവം കാണിക്കാതെ എത്രയാ കടം മേടിച്ചത് എന്ന്, ആർക്ക് കൊടുക്കാനുള്ളതെന്ന് ഒരു നോട്ടവും കയ്യില്ലാതെ ലാഘവത്തോടു കൂടെ കാണുന്ന ആളുകളുണ്ട്. വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇങ്ങനെ ആകാശത്ത് നോക്കിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തടവാണ്. സ്വഹാബാക്കൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായത്. അവർ ചോദിച്ചു, എന്താ പ്രവാചകരെ മുഖം വിവരണമായിട്ടുള്ളത്? മാദാ നുസ്സില മിന തശ്ദീദ്, എന്തൊരു ഗൗരവമുള്ള കാര്യമാണ് എനിക്കിപ്പോൾ ജിബ്രീൽ വഹിയായി കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ പ്രവാചകരുടെ വിഷയം? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങി,
ഒരു മനുഷ്യനിക്ക് റഹ്മാനായ റബ്ബ് ജീവൻ നൽകി, അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദായി, പിന്നെയും ജീവൻ നൽകി, പിന്നെയും ഷഹീദായി, പിന്നെയും ജീവൻ നൽകി, പിന്നെയും ഷഹീദായി, 3 തവണ ഷഹീദാകാന്നൊക്കെ പറഞ്ഞ എത്രയാണ് അദ്ദേഹത്തിന്റെ കൂലി അല്ലെ? ആ മനുഷ്യനെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അദ്ദേഹം കടക്കാരനാണ്. കടക്കാരനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അതുവരെ കിട്ടേണ്ട നന്മകളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു. ഹത്താ യുഖ്ളാ അൻഹു ദൈനുഹു, അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നവരെ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കടം അപകടമാണ്. അത് വാങ്ങുന്നിടത്ത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. കൊക്കിൽ ഒതുങ്ങുന്നത് കുത്തിയാൽ മതി. നമുക്ക് വീട്ടാൻ കഴിയുന്ന ഒരു പ്ലാനിങ്ങോട് കൂടെ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. കടം വാങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ ആരംഭിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ അല്ലേ? പ്രാർത്ഥിക്കാൻ കഴിയണമെന്നാണ്. ഹലാലായ കടം ഉഹദ് മലയോളം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കടം വീട്ടി തരുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രവാചകൻ അധികരിച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. പടച്ചോനെ, തെറ്റ് ചെയ്തു പോകുന്നതിനൊന്നും കടക്കാരനാകുന്നതിൽ ഞാൻ കാവലിന് ചോദിക്കുന്നതാണ്. ഒരു മനുഷ്യൻ കടബാധൻ അല്ലെങ്കിൽ ഭയങ്കര റാഹത്തായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മടക്കയാത്രക്ക് ഒരുങ്ങും നിൽക്കും നമുക്ക് നമ്മുടെ ആ വഴിയിലെ വലിയ തടസ്സമാണ് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നാണ് സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നല്ലെങ്കിൽ അവനിലേക്ക് അറിയാതെ ഒരുപാട് തിന്മകൾ വരും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹോദരിയെ കുറിച്ച് സൂചിപ്പിക്കപ്പെട്ടു. സവ്വാമത്താണ് അവൾ, ധാരാളമായിട്ട് നോമ്പ് നിൽക്കുന്നവളാണ്. കവ്വാമത്താണ് അവൾ, രാത്രി അന്ത്യാമങ്ങളിൽ പോലും നിസ്കരിക്കുന്ന പെണ്ണാണ്. പക്ഷെ പ്രവാചകർ ഒരു പ്രശ്നമുണ്ട്. അവളുടെ നാവ് കൊണ്ട് വാക്കുകൾക്ക് ഭയങ്കര മോശ പ്രയാസാന്ന് പറഞ്ഞു. അള്ളാഹ് റസൂൽ ഒരിക്കൽ പോലും പറഞ്ഞില്ല, സാരല്ലട, അവൾ കുറെ നിസ്കരിക്കണ പെണ്ണല്ലേ, കുറെ സ്വതം കൊടുക്കണ പെണ്ണല്ലേ, ബാക്കിയൊക്കെ ചെയ്യണ പെണ്ണെന്നല്ലേ പറഞ്ഞു. ഇതൊക്കെ അങ്ങോട്ട് ലയിച്ചോടുന്ന അല്ല, ഹിയഫിന്നാർ എന്ന് പറഞ്ഞു, അവൾ നരകത്തിലാണ്. മറ്റൊരു സഹോദരിയെ കുറിച്ച് പറഞ്ഞ വലിയ വിഭാഗത്തൊന്നുമില്ല, പക്ഷെ അവൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, തൻ്റെ സ്വഭാവം കൊണ്ട് ഒരാൾക്കൊരു പ്രശ്നമില്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഹിയഫിൽ ജന്ന എന്ന് പറഞ്ഞേ. പ്രിയമുള്ള സഹോദരിമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സ്വഭാവം വിശുദ്ധമല്ലെങ്കിൽ അതിലൂടെ ഒരുപാട് തിന്മകൾ നമ്മളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എൻ്റെ ഒരു സംസ്കാരം കൊണ്ട്, എൻ്റെ സ്വഭാവം കൊണ്ട് ബാക്കിയുള്ളവർക്കുള്ള പ്രശ്നമുണ്ടോ? നമ്മളൊക്കെ പലപ്പോഴും എന്താ ഉണ്ടാകാൻ അറിയോ, അവനക്കുള്ള പ്രശ്നം എന്താണ്, മറ്റവനക്കുള്ള പ്രശ്നം എന്താണ് ഒക്കെ നമുക്കറിയാം. നമ്മുടെ ക്യാൻവാസിൽ, നമ്മുടെ ആ ഒരു സൂമിങ്ങിൽ അതെല്ലാം ഉൾപ്പെടും. പക്ഷെ നമ്മൾ ക്യാമറ തിരിക്കേണ്ടത് നമ്മിലേക്കാണ്, നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് നമ്മിലേക്കാണ്. നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കി തരാൻ വേണ്ടി. അല്ലാഹുവേ, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് ഈ എന്നെ വഴി നടത്തുകയാണ്. ഇതൊക്കെ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ആ പ്രാർത്ഥന ഇതൊക്കെ ഉണ്ട്. അല്ലാഹുവേ, മോശമായ സ്വഭാവത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ഇച്ഛകളിൽ നിന്നും എല്ലാം എന്നെ കാവൽ തരും, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതൊക്കെ പ്രാർത്ഥിച്ചാലാ പ്രിയമുള്ളവർ ശരിയാണ്. ആരാണ് തന്റെ സ്വഭാവത്തെ നന്നാക്കിയത്, അവർക്ക് സ്വർഗത്തിന്റെ ഉന്നതമായിടത്ത് വീടുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, എപ്പോഴും ഒരു വിചിന്തനം നല്ലതാണ്. എന്താ പിന്നെ അടുത്തുണ്ട് അല്ലേ? റഹ്മാൻ അറബ് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, മരിച്ചോ അവൻക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള ചാൻസ് കഴിഞ്ഞു, എന്നാൽ വീണ്ടും കബറിലേക്ക് എത്തുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ച കാര്യമുണ്ട്. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ അവർക്ക് കിട്ടുമെന്നാണ്. അതിലൊന്നാണ് സ്വതക്കത്തും ജാരിയ, നിലനിൽക്കുന്ന പ്രതിഫലം. സ്വതക്ക അതുണ്ടോ? നാളെ വരെ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു, നമ്മൾ എത്ര പ്രിയമുള്ളവരെ ചെലവഴിച്ചു, അതിൽ ഖബറിലേക്ക് എനിക്ക് വീണ്ടും കിട്ടുമെന്ന് പറയുന്ന എത്ര ഓഹരിയിൽ നമ്മുടെ വിഹിതമുണ്ട് നമ്മൾ ആലോചിക്കണം അല്ലേ? പിന്നെ പറഞ്ഞു അവർക്ക് ഉപകാരപ്രദമായ അറിവ് എന്നാണ്. എല്ലാ ദിവസവും 1000 പേർക്ക് ചുരുങ്ങിയത് നേർവഴി അയച്ചു കൊടുക്കുന്ന ഒരു സുഹൃത്തിനെ എനിക്കറിയാം. എത്രയായിരിക്കും അത് റബ്ബ് സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കണ്ടതൊക്കെ വാട്സപ്പിലും പിന്നെ സ്റ്റാറ്റസിനും അവിടെ ഇവിടെ കൊണ്ട് ഇടുന്നതിനും തള്ളുന്നതിനും അപ്പുറത്ത് 4 ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടാകട്ടെ. അള്ളാഹുവിന്റെ ദീന് നമ്മിലൂടെ ബാക്കി ആളുകൾക്ക് ലഭിക്കട്ടെ. അതിന്റെ എല്ലാ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമ്മളെ കാത്തിരിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, നന്മയുടെ താക്കോലുകളാവുക എന്നതാണ്, തിന്മയുടെ പൂട്ടുകളാവുക എന്നതാണ്. നമ്മിലൂടെ നല്ല സംരംഭങ്ങൾ തുടക്കം കുറിക്കണം. അതൊക്കെ നെയ്യത്തിൻ്റെ നടക്കും പ്രിയമുള്ളവരെ. നമ്മിലൂടെ ഒരാൾ അധികം പള്ളിക്ക് വരിക, നിങ്ങൾ ആലോചിക്കും, നമ്മളൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളെല്ലാവരും ജുമുഅക്ക് കൊടുക്കുന്ന ആളുകളാണ് മനസ്സിലാക്കുന്നത്. റഹ്മാനായ റബ്ബ് നിലനിർത്തിരുമാറാകട്ടെ. ഒരു മനുഷ്യർക്ക് റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? അത് അള്ളാഹുവിന്റെ ദീന് കേൾക്കാനും പഠിക്കാനും പകർത്താനുള്ള തൗഫീഖ. അത് കിട്ടിയവരാ അള്ളാഹുവെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും.
അതുകൊണ്ട് നമ്മൾ മാത്രം പോരാ, നമ്മളിൽ മാത്രം സേഫായാൽ പോരാ. ഒരു അഗ്നി ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു അഗ്നിബാധ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മാത്രം രക്ഷപ്പെടില്ലല്ലോ, നമ്മളെ കൊണ്ട് കഴിയുന്ന ആളും രക്ഷപ്പെടുത്തൂലേ. എന്നതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ മെല്ലെ മെല്ലെ പതിയെ നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ അങ്ങനെ സമീപിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കുത്തുബ കഴിഞ്ഞ് വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞ് അത് വന്നിരിക്കണം. നമ്മിലൂടെ ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അത് വല്ലാത്തൊരു വിപ്ലവമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ദീന് കിട്ടി, അദ്ദേഹത്തിന് കുടുംബം ശരിയായി, പിന്നീട് അദ്ദേഹം നമ്മളെക്കാൾ നന്നായി ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നവനാണ്. അദ്ദേഹത്തിന് റഹ്മാനായ റബ്ബ് ഒരുപാട് ആയുസ് കൊടുത്തു. നമ്മൾ ഈ പ്രബോധനം നടത്തിയിട്ട് ഖബറിലേക്ക് യാത്രയായി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ സുജൂദുകളും റുകൂകളും വിശുദ്ധ ഖുർആന്റെ പാരായണവും അദ്ദേഹത്തിലൂടെ നടക്കുന്ന എല്ലാ നന്മയും പ്രിയമുള്ളവരെ നമുക്ക് കൂടെയുള്ളതാണെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കണം നമ്മൾ ആലോചിക്കണം. ദഅ്വ രംഗത്ത് പ്രിയമുള്ളവരെ നമ്മൾ സജീവമാകണം. അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുന്നതിന്റെ മുൻപിൽ നമുക്ക് നിൽക്കാൻ കഴിയണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് വാളെടുക്കാൻ തരമില്ല, നമുക്കൊരു യുദ്ധത്തിന് പോകാൻ തരമില്ല, നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൈയും കാലും ശത്രുക്കളുടെ മുമ്പിൽ വെട്ടി നുറുക്കി കൊടുക്കാൻ നമുക്ക് തരമില്ല. നമുക്ക് തരമുള്ളത് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനാണ്. സേഫ് സോണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെ? നമ്മൾ ആരും ഒന്നും ചെയ്യണില്ല, നമുക്കൊരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. റഹ്മാനായ റബ്ബ് ഈ നിർഭയത്വം ഖിയാമത്ത് നാളോളം നമ്മുടെ നാടിന് സമ്മാനിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദീന് പ്രചരിപ്പിച്ചതിന്റെ പേരിലല്ല, ദീനുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ പോലും നിർഭയത്വം നഷ്ടപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യന്മാർ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലല്ലേ. അവിടെയാണ് നമ്മൾ വളരെ റാഹത്തായ രൂപത്തിൽ നമ്മുടെ ആരാധനകൾ നിർവഹിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. ഈ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഖബറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബിനെ കുറിച്ച് ആലോചിക്കുക, മരണത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായി കൊണ്ട് ചിന്തിക്കുക. മരണത്തെ നിങ്ങൾ ആലോചിക്കണം എന്നാണ്, അല്ല ആലോചന വർദ്ധിപ്പിക്കണം എന്നാണ്. എല്ലാ ആഡംബരങ്ങളും നിലച്ചു പോകുന്ന മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് തൗബ ചെയ്യുന്നതാണ്. ഒന്നും അവൻ നീട്ടിവെക്കൂല എന്നാണ്. അവനക്കുള്ളതിൽ തൃപ്തി അടയാൻ മനസ്സ് പടച്ചു കൊടുക്കുന്നതാണ്. അവനക്കുള്ള ആരോഗ്യം വെച്ചുകൊണ്ട് അവൻ പരമാവധി നന്മകൾ ചെയ്യാൻ അവൻ പ്രത്യേക ഉത്സാഹം കാണിക്കുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നല്ലൊരു തിരുത്തലിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. നമ്മുടെ ഈമാൻ പുഷ്ടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നുരുമ്പിപ്പോകും നമ്മുടെ ഈമാൻ. അതിന് വലിയ വാലിഡിറ്റി ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ആഴ്ചയിലേക്ക് ജുമ നിർബന്ധമാക്കിയത്? മനസ്സിനെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിനെ അറിയാം. മാക്സിമം കഴിഞ്ഞ ഒരാഴ്ച, അതിനപ്പുറത്തേക്ക് ആ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈമാനിന്റെ ഒരു നനവ് അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ ആ മനസ്സ് കടുക്കുമെന്ന് റബ്ബിന് അറിയാം. അതുകൊണ്ടാണ് വേഗത്തിൽ പോയിക്കോന്നു, പിന്നീട് കച്ചവടം ഹറാമാക്കിയത്. അതുകൊണ്ടാണ് വരും നമ്മൾ മിമ്പറിന് കീഴിൽ നമ്മൾ ഇരുന്ന് ഒരു ഉപദേശം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറിയിരിക്കും. അത് നമ്മുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്, അല്ലെ? വിശ്വാസിയുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ അവന്റെ ഈമാനുകൾ വർദ്ധിക്കുമെന്നാണ്. അൽ ഈമാൻ യസീദു ബിത്ത്വാഅ, നന്മകൾ നിർവഹിക്കുമ്പോൾ ആ ഈമാൻ ഇങ്ങനെ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. വയൻഖുസു ബിൽ മഅസിയ, തെറ്റുകൾ നിർവഹിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിങ്ങനെ താഴോട്ട് പോകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മയാണെന്ന് പഠിപ്പിക്കപ്പെട്ടതെല്ലാം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ സമയം ക്രമീകരിക്കുക. സോഷ്യൽ മീഡിയയിലുള്ള അതിപ്രസരം നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ ഉപയോഗിക്കുന്നിടത്ത് ശൈത്വാനിന്റെ വലകളുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ശൈത്വാന്റെ ശത്രുവായി നമ്മൾ കാണുക. ഏത് സമയം അവൻ ആഗ്രഹിക്കുന്ന, അവൻ പ്ലാൻ ചെയ്യുന്നത് നമ്മളെ നല്ല നിലക്ക് മരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം അറിയുമോ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അയ്യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗതി. പടച്ചോനെ, മരണവക്കിൽ നിന്നും പിശാചിനെ റാഞ്ചിയെടുക്കുന്നതിൽ നിന്നും അള്ളാഹു ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു എന്നാണ്. മരിക്കാൻ കിടക്കുന്ന സമയമാണ് അവസാനമായി കൊണ്ട് പിശാചിന് നമ്മൾ കിട്ടുന്നതെങ്കിൽ ആ സമയം പോലും അവൻ നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ബാക്കിയുള്ള അവസരങ്ങൾ അവൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഫത്തഖിദുഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായി കൊണ്ട് കാണണം. അവനിൽ നിന്നും നിരന്തരമായി കൊണ്ട് നമ്മൾ കാവലിന് ചോദിക്കണം. മരണവക്കിൽ നടക്കം. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, നിരന്തരമായി കൊണ്ട് ഫലക്കും നാസും ഒക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് ഗിഫ്റ്റായി തന്നത് ഈ വക ശൈത്വാനിയത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പിശാചിൽ നിന്നും സംരക്ഷണം നൽകുന്ന രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുതേ. അത് ഒഴിവാക്കിയവൻക്ക് വലിയ സെക്യൂരിറ്റി ഇല്ല. അത് നിലനിർത്തുന്നവൻ അൽഹംദുലില്ലാ സ്വർഗ വഴിയിലാണ്.
അവനൊക്കെയാണ് യഥാർത്ഥത്തിൽ മടക്കയാത്രയ്ക്ക് വേണ്ടി കാര്യമായി കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക.